ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ആക്സിസ് ബാങ്കിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾക്കൊരു പുതിയൊരു ഇന്ത്യൻ ഓയിൽ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഓയിൽ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ആക്സിസ് ബാങ്കിന് ഇന്ത്യൻ ഓയിൽ ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി മുമ്പുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അതിന്റെ റൂപേ വേരിയന്റ് ഒക്കെ നമുക്ക് ഓൾറെഡി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയൊരു ഇന്ത്യൻ ഓയിൽ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. അതിന്റെ ആനുവൽ ഫീസും ജോയിന്റ് ഫീസും വരുന്നത് 1000 രൂപ പ്ലസ് GST ആണ്. 1 ലക്ഷം രൂപ നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി പുതിയൊരു കാർഡെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം സിറ്റി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നല്ലോ, ആ ബാങ്കിന്റെ ഒപ്പം നിങ്ങൾക്കായിരിക്കും അത് ആക്സിസ് ബാങ്ക് ആയിട്ട് ലയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ ആ സിറ്റി ബാങ്കിന്റെ ഇന്ത്യൻ ഓയിൽ ക്രെഡിറ്റ് കാർഡിനെ ഈ ആക്സിസ് ബാങ്ക് എടുത്തപ്പോൾ അത് ആക്സിസ് ബാങ്ക് ഒരു ഇന്ത്യൻ ഓയിൽ പ്രീമിയം കാർഡ് എന്ന് പറഞ്ഞ് റീലോഞ്ച് ചെയ്താണ്. സംഭവം തന്നെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കായിരിക്കും കുറെ പേര് ഇപ്പൊ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഭയങ്കര ഡിമാൻഡ് വരുന്നതാണ്. SBIന്റെ കോട്ടക്കന്റെ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാം RBI പിന്നെ ടെമ്പറലി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കോട്ടക്കന് ഇന്ത്യൻ ഓയിൽ കാർഡ് കിട്ടില്ല. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ എൻ്റെ ഉള്ള ക്രെഡിറ്റ് കാർഡുകളുടെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു പോയി കണ്ടുനോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ ആക്സിസ് ബാങ്കിന്റെ പ്രീമിയം ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഇതിന്റെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 500 എഡ്ജ് മൈൽസ് റിവാർഡ് പോയിന്റ് ആണ് നമ്മൾ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ കാർഡ് കിട്ടിയിട്ട് ചിലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെൽക്കം ബെനിഫിറ്റ് കിട്ടുക. അതല്ലാണ്ട് നമുക്ക് റിവാർഡ് സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ ഫ്യൂവൽ ഔട്ട്ലെറ്റിലാണെങ്കിൽ നമുക്ക് 6 എഡ്ജ് മൈൽസ് ആണ് എവരി 150 റുപ്പീസ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാസത്തിൽ മാക്സിമം 15,000 രൂപ വരെ നമുക്ക് ഒരു മാസത്തിൽ ഈ സാധനം ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ടു ഏൺ 1 എഡ്ജ് റിവാർഡ് പോയിന്റ് ഓൺ എവരി അതായത് നമുക്ക് ഈ 15,000 രൂപ വരെ നമുക്ക് 6 എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. അതിനുശേഷം നമുക്ക് എല്ലാ 150 രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് 1 എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്രോസറി ആൻഡ് സൂപ്പർ മാർക്കറ്റ് സ്പെൻഡിലാവുമ്പോൾ നമുക്ക് 2 എഡ്ജ് മൈൽസ് റിവാർഡ് പോയിന്റ് ആണ് എവരി 150 റുപ്പീസ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഈ തരത്തിൽ നമുക്ക് അപ് ടു 5,000 പെർ മന്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ പോലെ തന്നെ 1 എഡ്ജ് റിവാർഡ് പോയിന്റ് ആവും എവരി 150 റുപ്പീസ് സ്പെൻഡ് വരുമ്പോൾ. പിന്നെ 1% അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ആണ് കിട്ടുക. അതും എല്ലാ IOCL ഫ്യൂവൽ ഔട്ട്ലെറ്റിലും നമുക്ക് കിട്ടും. അങ്ങനെ പരിപാടി. GST കിട്ടില്ല. GST അത് ഗവൺമെന്റ് കൊണ്ടുള്ള പരിപാടിയാണല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി എല്ലാത്തിനും നമുക്ക് അൺക്യാപ്പ് ചെയ്ത ബേസ് 1 എഡ്ജ് മൈലാണ് എവരി 150 റുപ്പീസ് സ്പെൻഡ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബാക്കി എല്ലാത്തിനും. അപ്പൊ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇവരുടെ എഡ്ജ് റിവാർഡ് പോയിന്റ്സ് ആണ് ഇതിൽ ഫുള്ളി കിട്ടുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. എഡ്ജ് മൈൽസ് ആയിട്ടും ക്യാഷ് ആയിട്ടും അങ്ങനത്തെ കുറെ സമ്പത്തിലായിട്ട് നമുക്ക് റിവാർഡ് പോയിന്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ഏത് തരത്തിലേക്കാണെന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അതിന്റെ വാല്യൂ മാറുക കേട്ടോ. ഇപ്പൊ ഫ്യൂവൽ ഔട്ട്ലെറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് 1 എഡ്ജ് റിവാർഡ് പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 1 റുപ്പീസിന്റെ വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ 30% ഓഫ് ഓൺ സൊമാറ്റോ കൊടുക്കുന്നുണ്ട്. അതായത് 30% ഓഫ് ഓൺ ഫുഡ് ഡെലിവറി അറ്റ് സൊമാറ്റോ വിത്ത് യുവർ ഇന്ത്യൻ ഓയിൽ ആക്സിസ് ബാങ്ക് പ്രീമിയം ക്രെഡിറ്റ് കാർഡ്. മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 150 രൂപയാണ് കേട്ടോ. അതിന് നമുക്കൊരു ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, മിനിമം സ്പെൻഡിങ് 200 വരെ 200 മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ലോഞ്ചസും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കായിരിക്കും പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ലോഞ്ചസ് കിട്ടുന്നുണ്ട് കേട്ടോ. 2 കോംപ്ലിമെന്ററി ലോഞ്ചസ് ആണ് നമുക്ക് പെർ ക്വാർട്ടറിൽ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഡൈനിങ് ഡിലൈറ്റ് ഇടുന്നുണ്ട്. 25% ആക്സിസിന്റെ ബാങ്ക് ഡൈനിങ് ഡിലൈറ്റിന്റെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മാക്സിമം ഡിസ്കൗണ്ട് ക്യാപ്പ് ചെയ്തിട്ടുണ്ട് 800 രൂപയാണ് പെർ ഓർഡറിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ആക്സിസ് ബാങ്ക് പ്രീമിയം കാർഡിന്റെ ഡീറ്റെയിൽസ്. നമ്മളൊക്കെ ആനുവൽ ഫീസും ജോയിന്റ് ഫീസും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 രൂപ പ്ലസ് GST ആണ്. 1 ലക്ഷം രൂപ നിങ്ങൾ ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. ആഡ് ഓൺ കാർഡ് വരുന്നത് നമുക്ക് ഇനി ഇല്ലാണ്. എക്സ്ട്രാ ചാർജ് സംഭവമൊന്നുമില്ല. ക്യാഷ് വിഡ്രോവൽ ഫീ വരുന്നുണ്ട് 2.5% വരുന്നുണ്ട്. ഫിനാൻസ് ചാർജ് നമുക്ക് 3.6% വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെന്റ് ചാർജ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാർഡുകളിലെ പോലെ തന്നെയാണ്, വേറെ എക്സ്ട്രാ സംഭവമൊന്നുമില്ല. ഓവർ ലിമിറ്റ് ചാർജ് 2.5% ആണ്. അതുപോലെ തന്നെ ഫ്യൂവൽ സർചാർജ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. റെന്റ് സർചാർജ് 1% ആണ്. ക്യാപിറ്റേക്കുന്നത് മിനിമം 1,500 രൂപ പെർ ട്രാൻസാക്ഷൻ ആണ് വരിക കേട്ടോ. ഫോറിൻ കറൻസി മാർക്കറ്റ് ചാർജ് 3% തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റിവാർഡ് റിഡംഷൻ ഫീ എക്സ്ട്രാ സംഭവമൊന്നുമില്ല, നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സംഭവം എന്തായാലും സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 18 ഏജ് ടു 17 ഏജ് വരെ അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസിഡന്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെന്റ് ചോദിക്കുന്നത് പ്രൂഫ് ഓഫ് ഇൻകം, റെസിഡന്റ് പ്രൂഫ്, അതായത് എന്തെങ്കിലും പ്രൂഫുകൾ, പാൻ കാർഡ് കോപ്പി.
പ്രൂഫ് ഓഫ് ഇൻകം ഡിപ്പെൻസ് ആണ്. മെജോറിറ്റി ആൾക്കാർക്കൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് 1 ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കൊന്നും ആവശ്യം വരാറില്ല. ഞാൻ എന്തായാലും നമ്മുടെ ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. അപ്പൊ നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് jmg.banksupport നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാർഡുകളും ബാങ്ക് ലോൺസ് ഒക്കെ നമ്മുടെ റെഫർ ലൈൻ ത്രൂ തന്നെ സെറ്റപ്പ് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്രൂവൽ റേറ്റും കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട. ഞാൻ സെപ്പറേറ്റ് ഒരു ലിങ്ക് വേണമെങ്കിൽ വേറെ കൊടുക്കും ചെയ്യാം കേട്ടോ. പിന്നെന്താ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഇന്ത്യൻ ഓയിൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം ചാനലിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഏതാ കമൻറ്റ് റിപ്ലൈ. പിന്നെ നമ്മുടെ പുതിയ ചാനൽ GCC വേൾഡ് കാണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീട്ടിലാണ്.